വരേണ്ട പൂരം അത് ഇവിടെ വെടിക്കെട്ട് മുടങ്ങിപ്പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ള ഒരു പ്രധാന വിഷയമായിട്ട് ബി ജെ പി കൊണ്ടുവരുന്നുണ്ട്. അതിനോടൊരു പൂരം കലക്കുന്നതും അലങ്കോലപ്പെടുത്തുന്നതും പൂരം ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതും എല്ലൊക്കെ RSSും BJP ആണ്. തൃശൂരിലും ഈ പൂരം അലങ്കോലപ്പെടുത്തിയതും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെല്ലാം RSSും BJPയും NDA സ്ഥാനാർത്ഥിയാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഇവിടെ അത് ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പോ കേരളത്തിലെ എല്ലാ പൂരവും വെടിക്കെട്ടുകളും ഇപ്പൊ നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നതും BJP ആണ്. തൃശൂർ പൂരം ഇത്തവണ നടത്തണമെങ്കിൽ ഇപ്പോ കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള ആ നിയമം മാറ്റാതെ ഈ പൂരം നടത്താൻ പറ്റില്ല. ഇപ്പോ പാറമക്കാവിന്റെ വേല നടക്കാൻ പോവാണ്. ഇപ്പൊ ഈ അടുത്ത ഒരാഴ്ച രണ്ടാഴ്ചക്കകത്ത് വേല നടക്കാൻ പോകും. വേലയോടനുബന്ധിച്ച് എല്ലാ കൊല്ലവും അവിടെ വെടിക്കെട്ട് നടക്കാറുള്ളതാണ്. ഇത്തവണ വെടിക്കെട്ട് നടത്താൻ കഴിയില്ല. ആരാ ഉത്തരവാദി? BJP അല്ലേ? അപ്പോ എല്ലാ കാര്യങ്ങളും വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ സംരക്ഷകരാണെന്ന് പറയുന്ന BJP യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം അവർ സംരക്ഷിക്കാനല്ല, എല്ലാ വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും രാഷ്ട്രീയമായി അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാക്കി എടുക്കുന്ന പാർട്ടിയാണ് BJP. അപ്പൊ അതിവിടെ ഒരു ചർച്ചയല്ല, അതാണോ പറയുന്നത്? അതുകൊണ്ട് അതൊന്നുമല്ല, ജനങ്ങൾക്ക് അതൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടെ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര 1996 മുതൽ ഇവിടെ വിജയിച്ചിട്ടുള്ള രാധാകൃഷ്ണനാണെങ്കിലും 2016 മുതൽ 21 വരെ ഇവിടുത്തെ MLA ആയിരുന്ന UR പ്രദീപ്, രണ്ടുപേരും നമ്മൾ സാധാരണ ജനപ്രിയരെന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ UR പ്രദീപിനെ പോലെയുള്ള സ്ഥാനാർത്ഥിയെ കാണുമ്പോഴാണ് മനസ്സിലാക്കുക. കാരണം അദ്ദേഹം ജനങ്ങളുടെ